കഴിഞ്ഞ ദിവസം ആനക്കാംപോയിൽ തുരങ്കപാതയുടെ ബ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് വളരെ നിരുത്തരവാദപരമായ രീതിയിലാണ് യഥാർത്ഥത്തിൽ കൽപ്പറ്റയുടെ MLA പ്രതികരണം ഉണ്ടായത്. നമുക്കറിയാം, വയനാട് ജില്ലയുടെ യാത്രാ ദുരിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ പ്രതീക്ഷയോടുകൂടി വയനാടൻ ജനതയും കേരള സമൂഹവും നോക്കിക്കാണുന്ന പദ്ധതിയാണ് ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്ന് പറയുന്നത്. നേരത്തെ തന്നെ അതിൻ്റെ എല്ലാ തരത്തിലുള്ള അനുമതികളും എടുത്തുകൊണ്ട് അതിൻ്റെ പ്രവൃത്തികൾ ആനക്കാംപോയിൽ നിന്ന് തുടക്കം കുറിച്ച് മേപ്പാടി പിന്നെ അതുപോലെ തന്നെ കള്ളാടി ഭാഗത്തും അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. മീനാക്ഷി ബ്രിഡ്ജിന്റെ അടുത്ത് നിന്ന് അങ്ങോട്ടുള്ള നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പോകുമ്പോൾ അതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നതിന്റെ സുപ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് പാറ തുറന്നുള്ള ടണലുകളാണ്. 2 ടണലുകളാണ്. ആ ടണലുകളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആ ഒരു പ്രവൃത്തിയെ പിന്നെ അതിന്റെ ബ്ലാസ്റ്റിംഗ് കർമ്മം, സ്വിച്ച് ഓൺ കർമ്മം മുഖ്യമന്ത്രി നടത്തിയ ദിവസം തന്നെ അതിൽ പങ്കെടുക്കുക പോലും ചെയ്യാതെ കൽപ്പറ്റയുടെ MLA വളരെ അപഹാസ്യമാകുന്ന രൂപത്തിൽ ഇത് ഒക്കെ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുള്ള പ്രവൃത്തിയാണെന്ന് പറയുക. തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് ഏകദേശം 5-6 മാസങ്ങൾക്ക് മുമ്പ് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി ദ്രുതഗതിയിൽ മുമ്പോട്ട് പോവുകയും നിർമ്മാണ പ്രവൃത്തിയുടെ 2 ഭാഗത്തും, കള്ളാടി ഭാഗത്താണെങ്കിൽ ശരി, ആനക്കാംപോയിലാണെങ്കിൽ ശരി, 2 ഭാഗത്തും ദ്രുതഗതിയിൽ നിർമ്മാണ പ്രവൃത്തി സർക്കാർ നടത്തി വരുന്നത്? അപ്പോൾ ഇതൊക്കെ വയനാടിന്റെ വികസനത്തെ തകർക്കുന്ന, തുരങ്കം വെക്കുന്ന സമീപനമാണ് കേവലം സങ്കുചിത രാഷ്ട്രീയം മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. അത് നേരത്തെ തന്നെ നമുക്കറിയാം. പ്രതിപക്ഷ നേതാവ് വി. സതീശൻ പറഞ്ഞ ഒരു വാചകമുണ്ട്: വയനാട്ടിലേക്ക് അതിവേഗം സഞ്ചരിക്കാനുള്ള തുരങ്കപാത അതൊക്കെ ഞങ്ങൾ എതിർക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ പറഞ്ഞ രൂപത്തിൽ അത് അദ്ദേഹത്തിന് വേണ്ടി ഇന്ന് അക്ഷരം പോയി നടപ്പിലാക്കുന്ന പണിയാണ് യഥാർത്ഥത്തിൽ കൽപ്പറ്റയുടെ MLA സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം ശരിക്കും വയനാട് ജനതയോട് മാപ്പ് പറയാൻ തയ്യാറാവണം. അങ്ങേപോലെ ഒരാളെ ഈ നാട്ടിൽ നിന്ന് MLA ആക്കിയതിന്റെ പേരിൽ ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇങ്ങനെ താറുമാറാക്കുന്ന പ്രവർത്തനം ആണ് അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് മാപ്പ് പറയാൻ തയ്യാറാവണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്.